യാഷിൻ്റെ അടുത്ത് നേരെ ഇവർ വന്ന് പറയണം, യാഷെ നമുക്ക് പുതിയൊരു പടമുണ്ട്, KGF-ന്റെ മോളിൽ നിൽക്കുന്ന ഒരു സാധനമാണ്, കിടിലൊരു പടമാണ്. അപ്പോൾ യാഷ് പറഞ്ഞ നിങ്ങൾക്കൊരു വൺ ലൈനർ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം വൺ ലൈനർ പറയാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ പറഞ്ഞ സാധനം ഇതാണ്, പ്ലക്കണം, തുടിക്ക പ്ലക്കണം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ യാഷിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ടോക്സിക്കിൻ്റെ ടീസർ പുറത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഇത് ടീസർ പുറത്ത് വന്നത് ഞാൻ നമ്മുടെ മനോരമ ഓൺലൈൻ്റെ ഒരു പോസ്റ്റ് വഴിയാണ് കണ്ടത്. ആക്ഷനും അശ്ലീലവും സമാസമം ഗീതു മോഹൻദാസ് യാഷ് ചിത്രം ടോക്സിക് ടീസർ. ആക്ഷനും അശ്ലീലവും സമാസമോ, എന്താ ഈ കേൾക്കണേ? അതും ഗീതു മോഹൻദാസ് സ്ത്രീ ഒരു വിൽപ്പനച്ചരക്കല്ല, ഫെമിനിസം എന്നൊക്കെ അങ്ങനെ ഓരോ സംഭവമൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിനിമയാണ്, സിനിമയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അത് കഴിഞ്ഞിട്ട് ട്രെയിലർ അല്ലെങ്കിൽ ഈ ടീസർ കാണാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് കാണാമെന്നുള്ളത് നമ്മൾ വിചാരിച്ചു സുഹൃത്തുക്കളെ. നമ്മുടെ യഷിൻ്റെ മറ്റേ KGF ഭയങ്കര കിടിലം പടമൊക്കെ കണ്ടിട്ട് യഷിൻ്റെ അടുത്തൊരു പടം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടുത്തെ കൈരളി TV വന്നിട്ട് യഷിൻ്റെ കുറേ പഴയ പടമൊക്കെ ഉണ്ട്, ഗൂഗിളിൽ നിന്നും എന്തോ ഗജരാജമുത്ത എന്തൊക്കെയോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഈട്ടങ്ങ് വെറുപ്പിക്കുകയാണ്. നമുക്ക് യശ് എന്നൊക്കെ വാവ് പൊളി കിടിലെന്നൊക്കെ തോന്നിയിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്തോന്നിടേ ഇത് തനി തെലുങ്ക് പടം എന്നുള്ള ഒരു കുറേ സാധനങ്ങളൊക്കെ നമുക്ക് തോന്നിക്കുമല്ലോ. അങ്ങനത്തെ കുറേ പടങ്ങൾ മലയാളത്തിൽ ഡബ് ചെയ്ത് കുറേ സാധനം കിട്ടും, നല്ല വെറുപ്പിക്കുന്നുണ്ട്. എന്നാണെങ്കിൽ നമുക്ക് ആ ടോക്സിക്കിന്റെ ടീസർ നമുക്ക് ഒരുമിച്ച് കാണാം. ടോക്സിക് ഇൻട്രൊഡ്യൂസിങ് റയ, റോക്കിംഗ് സ്റ്റാർ യാഷ്, ഗീതു മോഹൻദാസ്, KVN പ്രൊഡക്ഷൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പോസ്റ്റർ ടോക്സിക് എന്ന് എഴുതി യാഷ് ഇതിനകത്തോടെ ബ്ലഡിനകത്തോടെ നടന്നു വരികയാണ്. ഡാഡി ഈസ് ഹോമാ, ഡാഡിയാ എന്നാണെങ്കിൽ നമുക്ക് ടീസർ കാണാം സുഹൃത്തുക്കളെ. എടി ഇത് മറ്റേ ഏതൊക്കെയോ ചില ഇംഗ്ലീഷ് പടങ്ങളിൽ കണ്ടുപോയിരിക്കുന്ന ഫ്രെയിംസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ ഇംഗ്ലീഷ് ആണല്ലോ, ഇനിയിപ്പോൾ ഇംഗ്ലീഷ് കൂടെ ആണോ ഇത്? കൊള്ളാം. ഓ യാഷ്, യാഷിൻ്റെ അനിയനാന്ന് തോന്നുന്നു. ഓ പെട്ട് കഴിച്ച അവര്. ഇപ്പം ഇവൻ നോക്കുന്നില്ലേ, ഈ അവസ്ഥയാണ് നമ്മുടെ. വെളിയിലിറങ്ങിയിട്ട് അതൊന്ന് കൈ കൊണ്ട് പിടിച്ചിങ്ങനെ ആക്കിയാൽ പോരെ. ചിലപ്പോൾ ആ സമയത്ത് അമ്മമാർ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ബാക്കിയാണ്. മനോരമ ഓൺലൈനിൽ കണ്ടേക്കുന്നത് അശ്ലീലവും അക്രമവും സമാസമം. ഞാൻ ആലോചിക്കുന്നത് ഇവർ ഈ വെടി പൊട്ടിക്കാൻ ഇവരും വെടി പൊട്ടിക്കുകയാണ്, അപ്പുറത്ത് ബോംബാണല്ലോ പൊട്ടിക്കുന്നത് അല്ലേ. അവിടുന്ന് ഇവര് ദേഷ്യം തോന്നി ഇങ്ങനെ കലിപ്പിച്ചിരിക്കുന്ന അവർ ബോംബ് പൊട്ടിക്കാൻ നിൽക്കുന്നതുകൊണ്ടാണോ ഇത്രയും പേര് അവിടെ പോസ്റ്റ് അടിച്ചിട്ട് പോയി? കാരണത്ത് വേറെ പരിപാടി കാണിക്കുന്നതുകൊണ്ടാണോ? പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ സദാചാര ബോധം അധികം അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല സുഹൃത്തുക്കളെ. അവന്മാര് നേരെ തോക്കെടുത്ത് വെടിവെക്കുക ചെയ്യുന്നത്. സിനിമയ്ക്കകത്ത് ടീസറിലുള്ള സാധനം ഇത് ഇങ്ങനെയല്ലേ നമുക്ക് കാണിക്കാൻ പറ്റൂ. നമുക്ക് ഇതിനകത്ത് സെൻസർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കണ്ട് പറ്റുള്ളൂ ഗൈസ്. എടാ ഞാൻ സൈറ്റ് ഒന്നും മാറിയില്ലല്ലോ, കറക്റ്റ് അതിൻ്റെ ഇത് തന്നെയാണല്ലോ എടുത്തത്. പിന്നെന്ത് ഇങ്ങനെ? അങ്ങനെ പൊട്ടി ഗൈസ്, ബോംബ് പൊട്ടി ഗൈസ്. ഒരു വെടിയുടെ പവറേ, ഇതെന്താടാ? ഓ പൊളി.
അടുത്ത വെടി പൊട്ടിക്കാൻ പോവാണ്. ആദ്യം ഒന്ന് ബോംബ് പൊട്ടിച്ചല്ലോ. കൊള്ളാം. ഗീതു മോഹൻദാസ് ഫിലിം എന്തോ തെറിയാണോ വിളിക്കുന്നത്? കൊള്ളാം, അത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. യാഷ് ഇത് പൊളിച്ച കേട്ടോ. എൻ്റെ മോനെ, എന്നെ ലുക്കടാ ഇയാള്, എന്നെ ലുക്ക് ഇയാള് അല്ലേ. തോക്കും പിടിച്ച് മറ്റേ ഈ സാധനം വലിച്ചിട്ട് കൊള്ളാമല്ലേ. അത് മനസ്സിലായി, അളിയനൊരു ഷുഗർ ഡാഡിയാണ് ഗൈസ്. ടോക്സിക് 19/3/26 ഇൻട്രൊഡ്യൂസിങ് ദ വേൾഡ് ഓൺ. അങ്ങനെ 19/3/2026 റിലീസായിരിക്കും ഒരു ഉദ്ദേശിക്കുന്നത്. സംഭവം കൊള്ളാം ഗൈസ് അല്ലേ. എനിക്ക് തോന്നുന്നു ഇത് എങ്ങനെയായിരിക്കും യാഷിൻ്റെ അടുത്ത് ഈ ഒരു സ്റ്റോറിയിൽ വൺ ലൈനർ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഞാനതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുക. യാഷിൻ്റെ അടുത്ത് നേരെ ഇവർ വന്ന് പറയണം, യാഷെ നമുക്ക് പുതിയൊരു പടമുണ്ട്, KGFന്റെ മോളിൽ നിൽക്കുന്നൊരു സാധനമാണ്, കിടിലൊരു പടമാണ്. അപ്പോൾ യാഷ് പറഞ്ഞ നിങ്ങൾക്കൊരു വൺ ലൈനർ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം വൺ ലൈനർ പറയാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ പറഞ്ഞ സാധനം ഇതാണ്: പ്ലക്കണം, തുടിക്ക പ്ലക്കണം. ഇതിനകത്ത് പിന്നെ കുറച്ച് നമ്മൾ വയലൻസും ഉണ്ട്. ഓക്കെ ഡീൽ എന്ന് പറഞ്ഞാൽ അപ്പോഴേ സൈൻ ചെയ്ത്, എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഞാൻ എന്തിനും ഓക്കെ ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാം, പടം കൊള്ളാം, ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന കിടിയിലൊരു പടമാണ്. പക്ഷേ ഇതിനകത്തിലെ മേക്കിങ്ങും സാധനമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇനി ഇതിനകത്തിലെ കുറച്ച് കമൻസ് നമുക്ക് നോക്കാം. ഗെറ്റ് എ ഗുഡ് ലുക്ക് അറ്റ് യുവർ ഡേഞ്ചർ ഇൻട്രൊഡ്യൂസിങ് റയർ ടോക്സിക്, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് ഇൻ സിനിമാസ് വേൾഡ് വൈഡ്. വോട്ട് ഫോർ ടോക്സിക്, ആൾ റെക്കോർഡ്സ് RIP. കിടിലായിരിക്കും തോന്നുന്നു കേട്ടോ എനിക്ക്. ഡാഡി ഈസ് ഹോം, ദേവർ ആൻഡ് കിഡിങ് ദേർ സെറ്റ് ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്. രാധിക സീരിയസ്ലി വാട്ട് ദ ഫക്ക്. കൊള്ളാം. മലയാളികളാരും ഇല്ലേടേ, മലയാളി കമൻസ് ഒന്നും കാണുന്നില്ലല്ലേ എവിടെ? മലയാളി ഇത് എന്തോന്നടി, മലയാളികൾ ചുമ്മാ കറക്റ്റ് സമയത്ത് വരാനുള്ളത്, കമൻറ്റ് നോക്കിയിട്ട് ഒരാളെയും കാണുന്നുമില്ല. എന്താണേലും സംഭവം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പടത്തിൻ്റെ ഫ്രെയിംസ് ആണെങ്കിലും വയലൻസ് ആണെങ്കിലും BGM എസ്പെഷ്യലി പൊളിയാണ്. എന്നാലെങ്കിലും KGFന് മുകളിൽ നിൽക്കുന്ന ഒരു കിടിലം പടമാവട്ടെ എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അല്ല തന്നെ ഞാൻ ഇതിനകത്ത് കൂടുതലായിട്ട് എന്നാ പറയാനാ. കൊള്ളാം, മ്യൂസിക് കൊള്ളാം, യാഷ് കൊള്ളാം, ബോംബിട്ട് പൊട്ടിച്ചത് കൊള്ളാം, വെടിവെക്കുന്നത് കൊള്ളാം, എല്ലാം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പോകും, ഞാൻ പടത്തിന് പോകും, ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഞാൻ പോയി കാണാം. എന്താണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.